സോ ഇയാളാണ് ആ ലേഡിയെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ഇയാളെന്തോ ബിസിനസ്സുകാരനാ. അങ്ങനെ മീറ്റിങ്ങിനായി ഈ പാർട്ടിയിലേക്ക് വന്നു. കൂടെ തന്റെ കെട്ടാൻ പോണ പെണ്ണിനെയും കൊണ്ടുവന്നായിരുന്നു. ഇപ്പം എന്തായാലും ആ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ ഈ മരിച്ച പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നില്ലേ ഒരു ബ്യൂട്ടി പാർലറിൽ, അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് മുടി വെട്ടണം, താടി ഒന്ന് ട്രിം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ പെൺകുട്ടികൾ നാളെയാണ് ഫ്യൂണറൽ, അതിനുവേണ്ടി പോകണമെന്ന് പറയും. അപ്പം മരിച്ച പെൺകുട്ടിയുടെ ആണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് അവർ പറയുക. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പോലീസുകാരൻ ജെയ്സക്കും അങ്ങോട്ട് വരുന്നുണ്ട്. ജെയ്സകനെ കണ്ട് ഇവള് മുഖം മറച്ചിരിക്കും. പക്ഷെ കണ്ണാടിയിൽ വ്യക്തമാണ്, പെണ്ണിനെ കണ്ണാടിയിൽ കാണാം. നീ ഇവിടെയും വന്നോടി, ഈ കേസ് ഗവൺമെന്റ് നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കണേന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയും പറയും അവിടുത്തെ പെണ്ണുങ്ങൾ പറയുന്നത് അവളെ കാമുകൻ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ്. ഉടനെ ജെയ്സക്ക് അപ്പൊ ആ പെണ്ണുങ്ങളും പോലീസുകാരികളാണോ? എന്നാൽ പിന്നെ ഞാനും മുടിവെട്ടാൻ തുടങ്ങാം. അപ്പൊ എനിക്കും അറിയാലോ കേസിന്റെ വിവരങ്ങൾ. എന്തായാലും ഞാൻ കണ്ടുപിടിച്ച കാര്യം പറയാം. ആ ഫിയാൻസി അല്ല കൊലപാതകി. കാരണം ഈ പെണ്ണ് മരിക്കുന്ന സമയത്ത് ഫിയാൻസി പാർട്ടി തന്നെ ഉണ്ട്. അവൾ ഇറങ്ങിപ്പോയത് അയാൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആ മേർഡർ വെപ്പൺ അതൊരു സ്കൂവറാണ്. അതിൽ ആര് വേണമെങ്കിലും കൈവച്ചിട്ടുണ്ടാവാം. അയാളുടെ ഫിംഗർ പ്രിന്റ് മാത്രമല്ല പല ആൾക്കാരുടെയും ഫിംഗർ പ്രിന്റ് അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മുഖവരയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഇത് കേട്ടിട്ട് ഹീറോയും പറയും എന്തായാലും ആ പാർട്ടിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ആ പെൺകുട്ടി വന്നിരിക്കുന്നത്. കാരണം ആ നെക്ലസ് അന്നാണ് അവൾ വാണ്ടഡ്ലി ധരിച്ചിരിക്കുന്നത്, ആർക്കോ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നാളെ അവളുടെ ഫ്യൂണറലാണെന്ന് പറയുന്നു. നമുക്ക് അവിടേക്ക് ചെല്ലാം, അവിടുന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മരണച്ചടങ്ങിലേക്ക് ഇവർ ചെല്ലാണ് കൂട്ടുകാരെ പോലെ. ജെയ്സക്കിന്റെ തോളിലേക്ക് അവിടെയുള്ളവർ ഈ ബോഡി വെച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ബോഡിയൊക്കെ സംസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിലുള്ള വിരുന്ന് പരിപാടിക്കും ഇവർ ചെന്നിരിക്കും. അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മ ചോദിക്കുകയാണ് നിങ്ങൾ അവളുടെ കൂട്ടുകാരാണോന്ന്. ഹീറോയും പറയും അതെ, ഞാനും എൻ്റെ ഭർത്താവും അവളുടെ കടയിൽ നിന്നാണ് മുടിവെട്ടുക. അവളിപ്പോൾ മുടിവെട്ടാതായിട്ട് എൻ്റെ മുടി ഒരുപാട് വളർന്നു, അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് ബാത്റൂമിൽ പോകട്ടെ, അത് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞ് ഇവള് മെല്ലെ അത്താഴ ടേബിളിൽ നിന്ന് എസ്കേപ്പായി ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വരും. അവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാം. ഇവൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം ആ പെൺകുട്ടിയുടെ അമ്മ സംശയം തോന്നി നേരെ ഇവളിരിക്കുന്ന മുറിയിലേക്ക് വരിക. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കും നീ കള്ളിയാണോ, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിന്നോട് ആരാ ഇതിനകത്ത് കയറാൻ പറഞ്ഞു. ഉടനെ ഹീറോയിൻ മേഡം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ഫോട്ടോയിൽ നിങ്ങളുടെ മകളുടെ കൂടെ ഇരിക്കുന്നത് വെറോണിക്കയാ. വെറോണിക്ക എൻ്റെ കൂട്ടുകാരിയായിരുന്നു. നിങ്ങളുടെ മകളും വെറോണിക്കയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുക. ഉടനെ അമ്മ പറയും അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഒരുപാട് കാലം ഇവർ ഒരുമിച്ച് തന്നെയാണ് ജോലി ചെയ്തതും ഒരുമിച്ച് തന്നെയാണ് കഴിഞ്ഞതും, അവരെല്ലാ സാധനങ്ങളും പരസ്പരം കൈമാറിയിരുന്നു. അതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര സംശയം, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. ഉടനെ ആ പെൺകുട്ടിയുടെ അപ്പനും അങ്ങോട്ട് വരുന്നുണ്ട്. നീ കള്ളിയാണോ, എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണെന്ന് ചോദിച്ചിട്ട്. അതിന് ഹീറോയിൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചാണ്, ഞാനൊന്നും അടിച്ചു മാറ്റാൻ വന്നതല്ല, അവളെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി മാത്രം വന്ന, ഞങ്ങളിപ്പോൾ ഇറങ്ങിപ്പൊക്കോളാന്നും പറഞ്ഞ് ജെയ്സക്കിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ജെയ്സക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കള്ളൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഈ കുടുംബക്കാരുമായിട്ട് നല്ല ബന്ധത്തിലായി. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് എല്ലാവരോടും വിളിച്ചു പറയുക മരിച്ച ജുവാനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവൾ 100 വർഷം ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, ഈ കള്ള അവൾക്ക് വേണ്ടി സമർപ്പിക്കാമെന്നും പറഞ്ഞ് അവസാനത്തെ പെഗും കൂടെ വലിച്ചു കുടിക്കുക. ഉടനെ ഹീറോയിൻ ജെയ്സക് ഇനി ഇവിടെ നിൽക്കണ്ട, നിന്ന് അടി കിട്ടുന്നു പറഞ്ഞ് അവനെ ഓടിച്ചെന്ന് വിളിച്ചുകൊണ്ട് ഇവർ കാർ എടുത്ത് തിരിച്ചു പോവാ. ഈ പോകുന്ന വഴി ഹീറോയിൻ പറയും മരിച്ച പെണ്ണ് ജുവാന, അവൾ എന്തിനാണെന്ന് നെക്ലസ് ധരിച്ചതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി, അവൾ വെറോണിക്കയുടെ കൂട്ടുകാരിയായിരുന്നു. ഈ വെറോണിക്കയുടെ തിരോധാനത്തെപ്പറ്റി അറിയുന്ന ആരോ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ആ മാല ധരിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾ കൊല ചെയ്യപ്പെട്ടത്. ഇത് ഇവൾ പറഞ്ഞ് വണ്ടി ഓടിച്ച് പൊക്കൊണ്ടിരിക്കുമ്പം ആരോ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരെ പിടിപെടാതെ എന്തായാലും ജെയ്സക്കിനെ അവന്റെ വീട്ടിലേക്ക് ഇവൾ തിരിച്ചു കൊണ്ടുവന്നു. ജെയ്സക്ക് നല്ല ഫിറ്റാ. ഇത് കഴിഞ്ഞ് ഈ കൂട്ടുകാരിയോട് വെറോണിക്ക ഇവിടുന്ന് പിണങ്ങിപ്പോയി മറ്റൊരു സ്ഥലത്ത് കുറച്ചു കാലം സന്തോഷമായിട്ട് ജീവിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഈ കൂട്ടുകാരി വെറോണിക്ക നിന്നെ വിട്ടു പോയതുകൊണ്ട് മാത്രമാണ് നീ തോമക്കുമായി പ്രണയത്തിലേർപ്പെട്ടതും അയാളെ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും നീ തോമക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവൾ പോയ വിഷമത്തിലായിരുന്നു നീ തോമക്കിന് ഇഷ്ടപ്പെട്ടത്, നിന്റെ ജീവിതം ഇങ്ങനെ ആയതും. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു നീയും ജെയ്സക്കും ഇഷ്ടത്തിലാവുമെന്നും നിങ്ങൾ കല്യാണം കഴിക്കണമെന്നും, അത് നടന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിക്കുക. ജെയ്സക്ക് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവനും ഇഷ്ടം വെറോണിക്കയായിരുന്നു. ഒരുപാട് പേര് വെറോണിക്കയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി പറയാ ഒരുപാട് പേര് വെറോണിക്കയെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ജെയ്സക്ക് ആരെ ഇഷ്ടപ്പെട്ടതെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ജെയ്സക്കിന് ഹീറോയിനെ ആയിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഹീറോയിൻ അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അവൾ ഇപ്പോൾ ഉള്ള തോമക്കിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു, പക്ഷെ അയാൾക്ക് ഇവളോട് വലിയ പ്രണയമൊന്നുമില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കൂട്ടുകാരി വെറോണിക്കയുടെ വീട്ടിലേക്ക് ഹീറോയിൻ പോവുക. നേരത്തെ കണ്ട ആ അമ്മച്ചി അവിടെ ഉണ്ടാവും. ആ അമ്മച്ചിയോട് ഹീറോയിൻ പറയും മരിച്ച പെൺകുട്ടിയും വെറോണിക്കയും കൂട്ടുകാരായിരുന്നു, അവൾ ഇവിടുന്ന് പോയിട്ട് ആ കൂട്ടുകാരിയുടെ കൂടെയാണ് കുറെ കാലം ജീവിച്ചിരിക്കുന്നത്, അവൾ പോകാൻ വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ അമ്മച്ചി പറയും വെറോണിക്കയും വെറോണിക്കയുടെ അപ്പനുമായി നല്ല വഴക്കായിരുന്നു, ആ പ്രായത്തിൽ തന്നെ ഏതോ കാമുകനുമായ ബന്ധത്തിൽ അവൾ ഗർഭിണിയായി. ആലോചിച്ചു നോക്കണം, കല്യാണത്തിന് മുന്നേ. അതാരാണെന്ന് പോലും എനിക്കറിയില്ല, ഏതോ റെസ്റ്റോറന്റിൽ വരുന്ന ആളാത്രേ. ഇതും പറഞ്ഞ് അപ്പനും മോളും വലിയ വഴക്കായിരുന്നു. അതിൽ ദേഷ്യപ്പെട്ടിട്ടാണ് വെറോണിക്ക വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അവൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഇന്നു വരെ വന്നിട്ടില്ല.
പിന്നീട് ഒരു വിവരവും എനിക്ക് ലഭിച്ചിട്ടുമില്ല. ഈ കഥയൊക്കെ കേട്ടിട്ട് ഹീറോയിൻ അവരോട് ഭയം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴിയെ ഏതോ ഒരു കറുത്ത കാറ് ഇവളെ ഫോളോ ചെയ്തു വരുന്നു. അതിനെ കണ്ട് പേടിച്ചോടിയ പെണ്ണ് നേരെ ഡോക്ടറെയാണ് ചെന്ന് ഇടിക്കുക. ഒരു കാർ അവളെ ഫോളോ ചെയ്തു വരുന്നുണ്ടെന്നും പറയും. എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, ഇനി ഏതെങ്കിലും കാറോ മനുഷ്യരോ നിങ്ങളെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തും രക്ഷപ്പെടുത്താൻ. ഇപ്പം എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാമെന്നും പറഞ്ഞ് അവൻ്റെ ബുടുബുടു ബൈക്കിൽ ഈ പെണ്ണിനെ ഇരുത്തി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുക. അത് അവൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ വരുമ്പം ഭർത്താവ് ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നു. നീ ആരുടെ കൂടെ വന്ന് ഇറങ്ങിയിരിക്കുന്നു? ആ ഡോക്ടറുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് ഭർത്താവ്. ഹീറോയിൻ പറയും, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അവിഹിത ബന്ധം, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, എനിക്കിഷ്ടമായിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവള് മുറിയിലേക്ക് കയറി പോവുക. പോകാൻ നേരം ശരി കൂടിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ സോറി പറയും. സോറി, എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് സംഭവിച്ച. എന്തായാലും ഞാൻ ഡിന്നർ ചൂടാക്കി തരാം, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ ഭർത്താവ്, ഡിന്നർ ചൂടാക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്, ഇതൊരു സർപ്രൈസ് ആണെന്ന് പറയുക. ഇവളും സന്തോഷത്തോടെ വസ്ത്രമൊക്കെ മാറി അയാളെ കൂടെ പുറത്തേക്ക് പോകും, ഒരു ഭംഗിയുള്ള റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ ചെന്നിട്ട് ഭർത്താവ് പറയാണ്, കുറേ നാളായി ഞാൻ നിന്നെ ഗവനിക്കുന്നില്ലായിരുന്നു, നീ നമ്മുടെ വീടിന് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതുകൊണ്ട് നിനക്ക് സമ്മാനമായി തരാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ചുവന്ന പെട്ടി കൊടുക്കുക. ഇവള് നോക്കുമ്പോൾ ആ റെസിപ്റ്റിൽ കണ്ട അതേ പെർഫ്യൂമാണ് ഗിഫ്റ്റായി കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്തായാലും പെണ്ണിന് സന്തോഷമായി. അത് അവൾ വാങ്ങിച്ചിട്ട് പറയും, ഞാനിപ്പോൾ ഇടയ്ക്കിടെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ടല്ലോ, അതിന് പിന്നിലൊക്കെ ഒരു കഥയുണ്ട്, അതെന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുക. ഇവൾക്ക് ഇവളെ കഥ പറയാനുള്ള തിടുക്കമായി ഭർത്താവിനോട്. പക്ഷെ അയാളാവട്ടെ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അയാളുടെ കാര്യങ്ങൾ നോക്കുക. ഉടനെ അവൾക്ക് ദേഷ്യം വന്ന് ഭക്ഷണം പോലെ എന്താ വേണ്ടെന്ന് പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. സോ പെണ്ണ് നല്ല ദേഷ്യത്തിലാണെന്ന് ഭർത്താവ് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി 1-2 ഡയലോഗൊക്കെ പറയുന്നുണ്ട്. കുട്ടികളെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടാന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മെല്ലെ അടുത്ത് ചെന്ന് ഇന്നലെ കൊടുത്ത പെർഫ്യൂം അവൾ അടിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ആണെന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ ഇവൾക്ക് സംശയം കൂടിയിട്ടേ ഉള്ളൂ. അവൾ ചെന്ന് താൻ എടുത്തു വെച്ചിരുന്ന ആ പെർഫ്യൂമിന്റെ റെസിപ്റ്റ് ബുക്കിനകത്ത് പരിശോധിക്കുക. അതവിടെ ഇല്ല. സോ അതെന്തായാലും ഭർത്താവിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതിന് പിന്നിലുള്ള കാര്യം വ്യക്തമായി. ഇത് കഴിഞ്ഞ് ഈ വെറോണിക്ക ഒരു കാമുകനെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞല്ലേ, ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടുത്തെ മാനേജറായ ലേഡി, ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ട ഒരു മുട്ട പൊളിറ്റീഷ്യനില്ലേ, പുതിയ ഭാര്യയൊക്കെ ആയിട്ട്, അയാളുടെ പഴയ ഭാര്യയാണ് ഈ അമ്മച്ചി. അവരാണ് ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അതൊരു കുതിരപ്പന്തയം നടത്തുന്ന ക്ലബ്ബാണ്. സോ ഹീറോയിൻ ചെന്നിട്ട് വെറോണിക്കയെയും അവളുടെ കൂട്ടുകാരിയും പറ്റി ചോദിക്കുന്നു. കൂട്ടുകാരി പല പല കാമുകന്മാരുടെ കൂടെ നടക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. പക്ഷെ വെറോണിക്ക ഒരു നല്ല പെൺകുട്ടിയായിരുന്നു, അവളുടെ കാമുകനും ഒരു നല്ല ആളായിരുന്നു. അവര് തമ്മിൽ യഥാർത്ഥമായ പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവർക്ക് കാഴ്ചയിൽ നിന്നും മനസ്സിലായി. ഇനിയിപ്പോൾ പണക്കാരനായതുകൊണ്ട് പെണ്ണ് പുറകെ കൂടിയതാണോന്നും അറിയില്ല, പക്ഷെ കാണുമ്പോൾ ട്രൂ ലവ് ആയിരുന്നു. ആ കാമുകന്റെ പേരെന്താണെന്ന് അറിയുമോ ചോദിക്കുമ്പം ബ്രൂണോ ഷെലിഗ എന്നാണ് അയാളുടെ പേരെന്ന് പറയും. അത് മറ്റാരുമല്ല, നമ്മുടെ ബിസിനസ്സുകാരനല്ലേ, പാർട്ടി നടത്തിയ ആ ബിസിനസ്സുകാരനാണ്. ഇപ്പൊ ഹീറോയിൻ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് ആ കുതിരപ്പന്തയം നടത്തുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പൊ ഇവൾക്ക് വർഷങ്ങൾക്ക് മുന്നേ വെറോണിക്കയും ആ ബിസിനസ്സുകാരനും തമ്മിലുണ്ടായിരുന്ന ബന്ധം, അവരുടെ പ്രണയമൊക്കെ ഒരു വിഷ്വലായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ പ്രസന്റ്ലി അയാളുടെ ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. മറ്റേ പൊളിറ്റീഷ്യൻ മൊട്ട ഇയാൾക്കിപ്പോ സഹായിയായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ മത്സരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ ആ പോലീസുകാരനോട് പറയാണ്, ഞാൻ വിചാരിക്കുന്നു വെറോണിക്ക മരണപ്പെട്ടെന്ന്. വെറോണിക്കയുടെ വയറ്റിൽ ആ ബിസിനസ്സുകാരന്റെ കുഞ്ഞുണ്ടായിരുന്നു. അയാളാണെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അയാളുടെ ഭാവി ജീവിതത്തിന് അതൊരു കുഴപ്പമായി, ഒരു ത്രെട്ടായി അയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അയാൾ തന്നെ വെറോണിക്കയെ കൊന്നിരിക്കാനാണ് സാധ്യത. ഇത് കേട്ടിട്ട് പോലീസുകാരൻ പറയും, ഒരുപക്ഷെ കൊന്നിട്ടില്ലെങ്കിലോ, അവർ തമ്മിൽ നല്ല ബന്ധത്തിലായി അവളെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലോ. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയാണ്, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ജുവാന, അതായത് കൂട്ടുകാരി അവർ കൊന്നിട്ടുണ്ടെങ്കിൽ വെറോണിക്ക സേഫ് ആയിരിക്കില്ല. കൂട്ടുകാരിക്ക് എന്തൊക്കെയോ അറിയാം. വെറോണിക്കയുടെ നെക്ലസ് ധരിച്ചത് കൊണ്ടാണ് അവൾ കൊല ചെയ്യപ്പെട്ടത്. അവൾ ഈ ബിസിനസ്സുകാരനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ പാർട്ടിയിലേക്ക് പോയത്. അയാൾ തന്നെയായിരിക്കും ഇവരുടെ തിരോധാനത്തിന് കാരണമായിട്ടുണ്ടാവുക. അതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്താൽ നമുക്ക് വേണ്ട സത്യങ്ങൾ കിട്ടുമെന്ന് ഹീറോയിൻ പറയുക. അതിനാ കൂട്ടുകാരൻ പോലീസ്, എവിഡൻസ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേണ്ട എവിഡൻസ് ഇല്ല, അറ്റ്ലീസ്റ്റ് ആ ബോഡിയെങ്കിലും കണ്ടുകെട്ടണം, അല്ല അത് നടക്കില്ല, വെറോണിക്ക കൊല ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീറോയിൻ അതിനൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് മറ്റേ കോടസ്വാമിയുടെ അടുത്തേക്ക് ഈ പോലീസുകാരനെയും വിളിച്ചുകൊണ്ട് വരിക. ആ മന്ത്രവാദിയുടെ അടുത്ത്
ഇവരൊരു സഹായം ചോദിക്കും. ഈ വെറോണിക്കയുടെ ബോഡി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരാൻ പറയുക. സഹായിച്ചില്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അകത്തിടുമെന്നും പറയും. അത് നേരത്തെ പറയണ്ടേ, ഞാൻ ഇപ്പം തന്നെ സഹായിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് അയാൾ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുക. ഹെൽപ്പ് ഇതാണ്, ഈ ബിസിനസ്സുകാരന്റെ വീട്ടിൽ അടുത്തൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് പാർട്ടിയുണ്ട്. ആ പാർട്ടിയിലേക്ക് ഇവർ ചെല്ലും. ഈ വെറോണിക്ക മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ബോഡി ഈ ബിസിനസ്സുകാരന്റെ വീട്ടിൽ എവിടെയെങ്കിലും തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത. സോ മന്ത്രവാദിയെ കൊണ്ട് അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയാ ഹീറോയിൻ. അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. ഇയാൾ കോലൊക്കെ കറക്കി നമ്മുടെ ബോർവെൽ അടിക്കുന്ന ആൾക്കാരെ പോലെ ബിസിനസ്സുകാരന്റെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലേക്ക് ചെല്ലും. ഇത് കണ്ട ബിസിനസ്സുകാരൻ ഓടി വന്നിട്ട്, നിങ്ങൾ ഇവിടെ എന്താ കാണിക്കുന്നത്? പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഈ ഭാഗത്തേക്കൊന്നും വരാൻ പാടില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക. അപ്പൊ മന്ത്രവാദി പറയും, ഈ കൂടെ നിൽക്കുന്ന യുവതിയുടെ പഴയൊരു ഫ്രണ്ടിനെ കാണുന്നില്ല, ആ മിസ്സിംഗ് കേസ് വെച്ചിട്ട് ഞങ്ങൾ പരിശോധിച്ചു വന്നപ്പോൾ ഇവിടെ എത്തിച്ചേർന്നതാണ്, ഈ സ്ഥലമാണ് ലക്ഷണമായിട്ട് കാണിക്കണമെന്ന് പറയും. ഉടനെ ആ ബിസിനസ്സുകാരൻ, ഇവിടെ ഒരു ലക്ഷണവുമില്ല, ഇതെന്റെ പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇതിനകത്തേക്ക് അനുവാദമില്ലാതെ കിടക്കരുത്, ഞാൻ പോലീസിനെ വിളിക്കും, ദയവ് ഇത് പുറത്തു പോകണമെന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുക. ഇവര് മിണ്ടാതെ വരും. അന്ന് രാത്രി ഒരു ശവലം എടുത്ത് ഇയാൾ ആ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലേക്ക് ചെല്ലുക. എന്നിട്ട് ഏതോ ഒരു ഭാഗത്ത് കുഴിക്കുന്നുണ്ട്. ഉടനെ പോലീസുകാർ ഇയാളെ മേത്തേക്ക് ടോർച്ചടിക്കും. അവരിത് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ബോഡി ഇയാൾ എവിടെയെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീഷണി കൊടുത്തിട്ട് കാത്തിരിക്കാലോ. അയാൾ ആ യഥാർത്ഥ സ്ഥലത്തേക്ക് ചെല്ലും. ഇത് വലിയ പറമ്പായതുകൊണ്ട് എല്ലായിടത്തും കുഴിച്ചു നോക്കാനും പറ്റില്ല. ഇയാൾക്ക് ആ എക്സാക്റ്റ് പ്ലേസ് അറിയാം. സോ അയാളെ കൊണ്ട് തന്നെ തോണ്ടിച്ച് കൈയോടെ പിടിക്കാനാണ് ഹീറോയിൻ പ്ലാൻ ചെയ്തത്. അതനുസരിച്ച് പുള്ളിക്കാരൻ പിടിക്കപ്പെടുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ പുള്ളിയെ ചോദ്യം ചെയ്യാൻ പോവാ. ആ സമയത്ത് ഹീറോയിൻ പറയും, ഞാൻ അകത്തേക്ക് വരാം, ഞാൻ നിന്റെ കൂടെ കൂടട്ടെ എന്ന്. അതിന് കൂട്ടുകാരൻ പോലീസ്, ഇത് പോലീസുകാരുടെ വിഷയമാണ്, അതിൽ നീ ഇടപെടാൻ പാടില്ല, പുറത്തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവളെ പുറത്ത് നിർത്തിയിട്ട് പോവാ. എന്നാലും അവളും ഇത് അറിഞ്ഞോട്ടെ എന്ന് വെച്ച് കതക് മൂടാതെ തുറന്നാണ് വെക്കുക. അത് കഴിഞ്ഞ് വെറോണിക്കയുടെ ഫോട്ടോ കാണിച്ച്, ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാം, അവൾ പ്രഗ്നന്റ് ആയതും അറിയാം, അതുകൊണ്ട് സത്യം തുറന്ന് പറയുന്നു പറയും. അപ്പം അയാൾ പൊട്ടിക്കരഞ്ഞിട്ട് സത്യം തുറന്ന് പറയുക, ഞാൻ അവളെ പരിപൂർണമായി യാഥാർത്ഥ്യമായിട്ടാണ് പ്രണയിച്ചത്. അവളെ കണ്ടു കഴിഞ്ഞാണ് ഞാൻ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഒരിക്കലും എൻ്റെ ഭാര്യ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ആ ബന്ധത്തിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭാര്യ അടുത്തുള്ള ടൗണിലേക്ക് പോകുന്നു. ആ വീക്കെൻഡ് വെറോണിക്കയോടൊപ്പം കഴിയാന്ന് പറഞ്ഞ് അവളെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ശനിയാഴ്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച അവൾക്ക് കാലത്ത് സുഖമില്ലാതായി. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഫാർമസിയിലേക്ക് പോയതായിരുന്നു. പോയി മരുന്ന് വാങ്ങിച്ച് തിരിച്ചു വന്നപ്പോൾ കണ്ടത് വെറോണിക്ക കാൽ വഴുതി വീണ് തലയിടിച്ച് മരിച്ചു കിടക്കുന്നതാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിഞ്ഞില്ല. അവൾ അപകടത്തിൽ മരിച്ചാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. എന്റെ കുടുംബത്തിൽ ഇത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ ആരും അറിയാതെ എന്റെ പറമ്പിൽ തന്നെ കുഴിച്ചു മൂടിയത്. ആ സമയത്തെല്ലാം ഞാൻ കരയായിരുന്നു, അവളോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നോട് പുറത്തു തരാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റിപ്പോയതാണിതല്ല. ആ തെറ്റാലോചിച്ച് ഇന്ന് ഞാൻ വിഷമിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് പോലീസുകാരൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജോയനെയോ അവളുടെ കൂട്ടുകാരിയോ അവളെ താൻ കൊല്ലുമ്പോഴും ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നോ? മാപ്പ് തരാനായിട്ട് പറയടോ. ഇത് കേൾക്കുമ്പോൾ ബിസിനസ്സുകാരൻ, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, വെറോണിക്കയെ ഞാൻ കൊന്നിട്ടില്ല, അതുപോലെ തന്നെ ജോവന്നയെയും ഞാൻ കൊന്നിട്ടില്ല. നിങ്ങൾ ആ പാർട്ടിയിലെ ഫൂട്ടേജ് നോക്കിയാൽ മനസ്സിലാകും, ഞാൻ ആ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. ബോഡി നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയത്താലാണ് ഞാനത് അവിടെ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പറമ്പിലേക്ക് പോയത്. അല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും വെറോണിക്കയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ കരയാൻ തുടങ്ങും. ഹീറോയിൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവൾക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്, അതെന്താണെന്ന് അറിയില്ല. ഇപ്പൊ പെണ്ണ് ഒന്ന് മുഖം കഴുകാനായിട്ട് ബാത്റൂമിലേക്ക് പോവാ. അപ്പൊ അവിടെ ആ മൊട്ട പൊളിറ്റീഷ്യന്റെ ഭാര്യ ഉണ്ടാവും, ചെറുപ്പക്കാരി ഭാര്യ. ഇവള് സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പോലീസുകാരെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് ഞാനും വൃത്തിയായിട്ട് പോണെന്ന് പറഞ്ഞ് ഒരുങ്ങി അവളുടെ കയ്യിലുള്ള പെർഫ്യൂം എടുത്തടിക്കും. അപ്പോഴാണ് ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്, തന്റെ കെട്ടിയോൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത അതേപോലത്തെ പെർഫ്യൂമാണ് ഈ പെണ്ണിന്റെ കയ്യിലുള്ളത്. സോ ഇവിടെ കാര്യം വ്യക്തമായി. ഇവള് നേരെ കൂട്ടുകാരിയുടെ അടുത്ത് വന്നിട്ട്, എന്റെ ഭർത്താവ് ചീറ്റ് ചെയ്യുന്നത് ആരോടുകൂടെയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി, ഇനി എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. ഇപ്പം ആ കുറ്റവാളി ആരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബ തീരുമാനം എടുക്കാമെന്ന് പറയും. ഇപ്പം ആ ബിസിനസ്സുകാരൻ്റെ വീട്ടിലെ പട്ടിക്ക് വീണ്ടും സുഖമില്ലാതായി. അവിടേക്ക് ട്രീറ്റ്മെന്റിന് ഞാൻ തന്നെയാണ് പോകേണ്ടതെന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലട്ടെ, എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ഇവൾ ആ പണക്കാരന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ആ മൊട്ട പൊളിറ്റീഷ്യന്റെ കാറ് കിടപ്പുണ്ടാവും. അയാൾ വീടിനകത്തുണ്ട്. ഇവള് മെല്ലെ കോളിംഗ് ബെല്ലൊന്നും അടിക്കാതെ വീടിനകത്തേക്ക് കയറുക. അപ്പോ ആ മൊട്ടയും ഈ ബിസിനസ്സുകാരന്റെ ഭാര്യയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഈ മൊട്ട കുറേയധികം പണം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാരന് കൊടുത്തിട്ടുണ്ട്. അത് തിരികെ വേണമെന്ന് ചോദിച്ചിട്ടാണ് ബിസിനസ്സുകാരന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നത്. പുള്ളിക്കാരി പറയും, അത് നീ അയാൾക്കല്ല കൊടുത്തത്, അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട, എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ മൊട്ട താൻ ചെയ്തു വെച്ച കുഴപ്പങ്ങളൊക്കെ ഞാനാണ് ശരിയാക്കിയത്. ഇപ്പൊ ജയിലിൽ യഥാർത്ഥത്തിൽ നീയാണ് പോകേണ്ടിയിരുന്നത്, പക്ഷെ നിന്റെ ഭർത്താവാണ് പോയിരിക്കുന്നത്. അപ്പോഴാണ് ആ ഭാര്യ ഉണ്ടായ സത്യകഥ എന്താണെന്ന് പറയുന്നത്. ഇവർക്ക് ഭർത്താവിന് വെറോണിക്കയുമായി ബന്ധമുള്ളത് നേരത്തെ മനസ്സിലായിരുന്നു.
ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ വെറോണിക്ക ഗർഭിണിയായത് ഇവർക്കൊരു ത്രട്ടായിരുന്നു. കയ്യോടെ പിടിച്ച് അവരെ അപമാനിച്ച് ആ ബന്ധം വേർപെടുത്താനാണ് ഈ പെണ്ണ് തീരുമാനിച്ചത്. എന്നിട്ട് അവരെ പിടിക്കാൻ വേണ്ടി ടൗണിൽ പോകുന്നത് പോലെ ഒരു നാടകം കളിച്ചു. തിരിച്ചു വന്നവരെ പിടിക്കാൻ നോക്കുമ്പോൾ ഭർത്താവില്ല, ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ. എവിടുന്നേലും കയറി വന്ന് എന്റെ സ്വത്തും ഭർത്താവിനെ അടിച്ചു മാറ്റാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് വെറോണിക്കയുമായിട്ട് വഴക്കുണ്ടാക്കുകയായിരുന്നു ഈ സ്ത്രീ. അതിനിടയിൽ വെറോണിക്കയെ ഈ സ്ത്രീ സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ടു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവൾ മരണപ്പെടുന്നത്. സോ കൊലപാതകത്തിന് ഈ പെണ്ണായിരുന്നു ജയിലിൽ പോകേണ്ടത്. അത് മാത്രമല്ല, നീ മിച്ചം വെച്ചതെല്ലാം ഞാനാണ് ശരിയാക്കിയത്, അതുകൊണ്ട് ഈ സ്വത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് മൊട്ട പറയാ. ഈ മിച്ചം വെച്ച എന്താണ് സംഭവം എന്ന് വെച്ചാൽ, കെട്ടിയോൻ ആ ബോഡി പറമ്പിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. ആ സമയത്താണ് വർഷങ്ങൾ കഴിഞ്ഞ് വെറോണിക്കയുടെ കൂട്ടുകാരി ഈ പാർട്ടിയിൽ വന്ന് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നു. ആ മാല കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് എവിടെ, അവളെ നീ എന്താടാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഇവളോട് വഴക്കുണ്ടാക്കുന്നു. അപ്പോഴേക്കും അവളുടെ വുഡ്ബി വന്ന് ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകും. ഈ പെണ്ണ് ജീവനോടെ ഉണ്ടെങ്കിൽ തന്റെ കുടുംബത്തിൽ വീണ്ടും കുഴപ്പങ്ങൾ വരും. ആ പഴയ കൊലപാതകം കണ്ടുപിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഈ തള്ള അവളെയും ഫോളോ ചെയ്ത് വലിയൊരു കമ്പി കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. പക്ഷെ ഈ സ്ത്രീ ആ ജോവാനയെ കുത്തിക്കൊല്ലുന്നത് നമ്മുടെ ആക്രി കച്ചവടക്കാരൻ കണ്ടിരുന്നു. അതുകൊണ്ട് ആക്രി കച്ചവടക്കാരനെ വകവരുത്തിയത് മൊട്ടയാണ്. സോ എനിക്കും ഈ സ്വത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുക. പെട്ടെന്ന് ഹീറോയിന്റെ മൊബൈൽ റിങ് ചെയ്യുന്ന സൗണ്ട് ഇവർ കേൾക്കും. തിരിഞ്ഞ് വാതിലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹീറോയിൻ അവിടെ നിൽപ്പുണ്ട്. അവൾ ഇവരെ കണ്ട ഉടനെ ഞാൻ പട്ടിയെ ശുശ്രൂഷിക്കാൻ വന്നാണെന്ന് പറയുക. പക്ഷെ മൊട്ടയുടെ വരവ് കണ്ടാൽ മനസ്സിലായി അവൻ പിടിച്ച് ഇവളെയും കൊല്ലുവെന്ന്. അതുകൊണ്ട് ബാഗ് വലിച്ചെറിഞ്ഞിട്ട് പെണ്ണ് ജീവനം കൊണ്ട് ഓടുക. പക്ഷെ പുറകെ അവരുടെ ഒരു ജോലിക്കാരനെ ഈ മൊട്ട പറഞ്ഞു വിടുന്നുണ്ട്, ഒരു കറുത്തൊടുപ്പിട്ട ആളെ. പെണ്ണ് ഓടി ഓടി കുറേ ആൾക്കാർ കൂട്ടം കൂടി മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ഒരു ഷെയ്ക്ക് വന്നിട്ടുണ്ട്, ഖത്തർ ഷെയ്ക്ക്. അയാളെ കാണാനാണ് ഈ ആൾക്കാർ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇവള് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഷെയ്ക്കിന്റെ വണ്ടിയിലേക്ക് ചാടിക്കയറും. എന്നിട്ട് ഷെയ്ക്കിനോട് സോറി പറയുക. അപ്പൊ ഷെയ്ക്ക് മുഖം മറച്ചിട്ട് സോറി കുഴപ്പമൊന്നുമില്ല, നിങ്ങളോട് ഇരുന്നോ, ഞാൻ നിങ്ങളെ ശല്യമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അറബിയിൽ എന്തൊക്കെയോ ഒപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് മുഖം മറച്ച് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അധിക നേരം അയാൾക്ക് ഒപ്പിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ മോന്ത കാണുമ്പോൾ ഹീറോയിന് മനസ്സിലായി ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അവസാനം അയാൾ സമ്മതിക്കും. തന്റെ തലപ്പാവ് മാറ്റിയിട്ട് ഞാൻ ആ കോട മന്ത്രവാദി തന്നെയാണെന്ന് അയാൾ പറയുക. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഇപ്പോൾ പുതിയ രോഗികളൊന്നും എന്നെ കാണാൻ വരുന്നില്ല, എന്റെ കച്ചവടം വളരെ ദാരിദ്ര്യത്തിലേക്ക് കടന്നിരിക്കുക. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്നെ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഷെയ്ക്ക് ഞാനും ബന്ധമുള്ളതായിട്ട് പറഞ്ഞു വരുത്തി. എന്നിട്ട് ആ ഷെയ്ക്ക് നേരിട്ട് വന്ന് എന്നെ കണ്ടാൽ ഈ നാട്ടുകാരെന്നെ വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഷെയ്ക്കിന്റെ വേഷം കെട്ടി വന്നായിരുന്നു. എനിക്ക് വേറെ വഴിയില്ല, എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കരുതെന്നും പറഞ്ഞ് അയാൾ കെഞ്ചുക. അതിനോടൊപ്പം പണ്ട് ഇവള് കൂട്ടുകാരിയെ കാണാനില്ല എന്ന് പറഞ്ഞു വന്നപ്പം ഇയാൾ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ, അതിലെ യാഥാർത്ഥ്യം ഇവള് ശരിക്കും വിഷമിച്ചാണ് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കൂട്ടുകാരി എന്തായാലും കണ്ടുപിടിക്കണം, അതൊരു സീരിയസ് മാറ്ററാ. ഇയാൾക്ക് അത് കണ്ടുപിടിക്കാനൊന്നും അറിയില്ല. പെണ്ണിനെ പറഞ്ഞു പറ്റിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കൂടുതൽ പണം വേണമെന്ന് ചോദിച്ചിട്ട് അവളെ പറഞ്ഞു വിടുന്നു. പിന്നെ ബാക്കി രോഗങ്ങളായിട്ട് വരുന്നവർ അത് തന്നെത്താനെ ശരിയായിക്കോളും, അതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലായിരുന്നു, സമാധാനം പറഞ്ഞു വിടുകയായിരുന്നു പതിവ്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല, ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാറി നിന്നതേ ഉള്ളൂ, അതിനും ക്ഷമിക്കുമെന്നും പറഞ്ഞ് ഇയാൾ ക്ഷമ ചോദിക്കുക. അപ്പൊ ഹീറോയിൻ, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല, അവസാനം വെറോണിക്കയുടെ ബോഡി കണ്ടുപിടിക്കാൻ സഹായിച്ചത് നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങളിൽ വിശ്വാസമേ ഉള്ളൂ, എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോലീസിൽ പറയില്ല എന്നും പറഞ്ഞിട്ട് ഇവള് കാറിൽ നിറക്കും. അപ്പൊ ആ കറുത്തുടുപ്പിട്ടവൻ വീണ്ടും വരുന്നു. ഹീറോയിൻ അയാളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഡോക്ടർക്കും നമ്മുടെ പോലീസുകാരനും രണ്ടുപേർക്കും അയക്കുകയാണ്. എന്നിട്ട് ഇവൾ ഡേഞ്ചറിലാന്നുള്ള വിവരവും അവരറിയിക്കും. അവരുടനെ വണ്ടിയെടുത്ത് ഇവളുള്ള സ്പോട്ടിലേക്ക് തേടി വരുന്നു. ഈ നേരത്ത് കൂട്ടുകാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കറുത്ത് ഉടുപ്പിട്ടവനെ അവളുടെ വിദ്യാർത്ഥികളെ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിപ്പിക്കുക. പക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട പെണ്ണ് ഈ മൊട്ടയുടെ കെണിപ്പെട്ടു. അയാൾ ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോയി ആ പട്ടിയുള്ള കൂട്ടിൽ അവളെ കയറ്റിയിട്ട് ആ കൂട് പൂട്ടി വെക്കുകയാണ്. എന്നാൽ ഭാഗ്യത്തിന് അധികം വൈകാതെ ഈ കൂട്ടുകാരൻ പോലീസും ഡോക്ടറും ഒപ്പം ഒരു പോലീസ് പടയും അവിടെ എത്തിക്കഴിഞ്ഞു. ഇവരാ രണ്ട് കൊലപാതകികളെയും ആദ്യം പിടിക്കും. പക്ഷെ ഹീറോയിൻ കൂടിനകത്താണല്ലോ, ഇവരെ കയ്യിൽ ആ കൂട് തുറക്കാനുള്ള ചാവിയുമില്ല. അപ്പോഴാണ് ഡോക്ടർ വന്നിട്ട്, നിനക്ക് ഓൾറെഡി ആ ഡോഗിനെ അറിയാലോ, അതുകൊണ്ട് അറിയുന്ന പോലെ പരിചയം കാണിച്ച് പേടിക്കാതെ അതിൻ്റെ അടുത്ത് പോകും, അത് ഉപദ്രവിക്കില്ല എന്ന് പറയും. അതുപോലെ ഇവള് ഹൈ ഡോഗ് ഗുഡ് ഡോഗ് എന്നൊക്കെ പറഞ്ഞ് മെല്ലെ അടുത്തേക്ക് പോവാം. അപ്പോൾ അത് ഉപദ്രവിക്കുന്നില്ല, ഇവളടുത്ത് കൊഞ്ചിക്കൊഴഞ്ഞ് നിൽക്കുള്ളൂ. അങ്ങനെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൂട്ടുകാരൻ ജെയ്സക് വെറോണിക്കയുടെ മിസ്സായി പോയ മാലയില്ലേ, അത് ഹീറോയിന് കൊടുക്കുകയാണ്. ഈ കേസിന് പുറകെ നടന്ന നിനക്ക് ഇതെങ്കിലും കിട്ടാനുള്ള അർഹതയുണ്ട്, ഇത് കേസിന്റെ എവിഡൻസ് ആണെങ്കിലും ഇതില്ലാതെ തന്നെ കേസ് തെളിഞ്ഞാണ്, അതുകൊണ്ട് നീ ഇത് വെച്ചോന്ന് പറയുക. ഹീറോയിൻ നന്ദിയും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ട് ഇനി എനിക്ക് അവസാനമായി ഒരു ജോലിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് പോവാം. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും. ഒരു സൂട്ട് കേസ് അയാൾ കാണുന്നുണ്ട്. ഈ സൂട്ട് കേസ് ആരുടേതാ, നീ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണുണ്ടോ എന്നയാൾ ചോദിക്കുക. അപ്പൊ ഹീറോയിൻ പറയും, അതെന്റെ അല്ല നിങ്ങളുടേതാണ്, ആ പെട്ടിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെന്ന് ജീവിച്ചോ, നിങ്ങൾ ആ പെർഫ്യൂം വാങ്ങിച്ച അന്ന് തന്നെ എനിക്കറിയാം നിങ്ങളത് എനിക്ക് വേണ്ടിയല്ല വാങ്ങിച്ചതെന്ന്. പിന്നെ ആ റിസീപ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പം ഞാൻ സംശയിക്കാതിരിക്കാൻ വേണ്ടി, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അതേപോലെ തുറണം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. ഇപ്പൊ ആ പെർഫ്യൂം നിങ്ങൾ ആർക്കാണ് വാങ്ങിച്ചതെന്നും ഞാൻ മനസ്സിലാക്കി. അവളിപ്പോൾ തനിച്ചാണ്, പാവം പെണ്ണ്. ആ മൊട്ടത്തലയൻ ജയിലിലായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നല്ല സൗകര്യമായിരിക്കും, അതുകൊണ്ട് അവളുടെ കൂടെ ചെന്ന് ജീവിച്ചോളൂ. 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എടുത്തൊരു തെറ്റായ തീരുമാനമാണത്, അതിപ്പോൾ ഞാൻ ശരിയാക്കാം.
എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട എന്നും പറഞ്ഞ് അവൾ കെട്ടിയവനെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് സന്തോഷത്തോടെ ഒരു ചുവന്ന ഉടുപ്പിട്ട് വലിയ പന്തും വെച്ച് ഇവള് തൻ്റെ പറമ്പിൽ കിടക്കുക. ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്ത ഭർത്താവിനെയും ചുമന്ന് ജീവിക്കണ്ടല്ലോ. തനിച്ചാണെങ്കിലും അവൾ ഹാപ്പിയാണ്. ഇനി ചിലപ്പം ആ പോലീസുകാരനുമായിട്ട് സ്നേഹത്തിലാവുമായിരിക്കും, അതറിയില്ല. എന്തായാലും ഇതുവരെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കഥ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി മൂവിയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഉറു കഥ.